Praise the Lord. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേറും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ കർത്താവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഫെഡ് ദാറ്റ് നെവർ ഫെഡ് എന്നായി തിരുവചന ഗ്രൂപ്പ് വഴി വെള്ളിയാഴ്ച പകലിലും വചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെക്കുറിച്ചുള്ള ആത്മീയ ചിന്തകൾ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരവും മാനസാന്തരവും മടങ്ങിവരവും ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രത്യാശയും ആത്മീയ ദാഹവും ഞങ്ങൾക്ക് ധാരാളമായി നൽകി തരുമാറാകണമേ. ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠമായ പദവികൾക്കും അനുഭവങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാസ്റ്റർ ജിവിൻ, ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സ്, മറ്റ് പ്രിയപ്പെട്ടവർ, കർത്താവെ, സ്ഥിരമായി ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ഹൃദയം തുറന്നും മനഃപൂർവ്വമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. ഇന്നത്തെ വചനചിന്തയും ഞങ്ങളുടെ അകത്ത മനുഷ്യൻ്റെ ശക്തീകരണത്തിനും ആത്മീയമായ ജീവിതത്തിൽ രൂപാന്തരപ്പെടുവാനും ദൈവം സഹായിക്കണമേ. വചനത്തിന് മുമ്പിൽ കഠിനപ്പെടുന്ന അനുഭവത്തിൽ ലോകം പല സമയങ്ങളിൽ പോകുമ്പോൾ വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ക്രമീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. തിരുവചനത്തിൻ്റെ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് തുറന്നു തരണം. ആത്മാവിനാൽ ബലപ്പെടുത്തണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ തിരുവചന ചിന്തയുമായി ഒരുമിച്ചായിരിക്കുവാൻ വലിയവനായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന ഈ ലൈവിൽ വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഓർപ്പിച്ചുകൊള്ളുന്നു. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലെ സഭകളെക്കുറിച്ചാണ് നമ്മൾ ഈ പഠനം അല്ലെങ്കിൽ ഈ ചിന്ത നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞ് ആരംഭിച്ച എഫെസോസ് സഭയുടെ വിശദീകരണങ്ങൾ കാണുന്ന 2-ാം അധ്യായത്തിൽ ആരാണ് ദൂത് പറയുന്നതെന്നുള്ള വിഷയം ആരംഭത്തിൽ പറയുന്നു. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചവനും 7 നിലവിളക്കുള്ള നടുവിൽ ഉലാവുന്നവനുമായ ജീവനുള്ള ക്രിസ്തുവാണ് അരുളി ചെയ്യുന്നത്. അവരുടെ ശ്രേഷ്ഠതകളെക്കുറിച്ച് പറയുന്നു. പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും. അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവർ കള്ളന്മാരാണെന്ന് തിരിച്ചറിഞ്ഞതും. അതുപോലെ തന്നെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, സഹിഷ്ണുതയും നാമനിമിത്തം സഹിച്ചതും തളർന്നു പോകാഞ്ഞതും കൊള്ളരുതാത്തവരെ സ്തോത്രം സഹിച്ചു കൊള്ളരുതാത്തവരെ തിരിച്ചറിഞ്ഞതുമൊക്കെ നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് ഈ സഭയുടെ കുറവിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, ജീവിതത്തിൽ മനുഷ്യൻ്റെ ശ്രേഷ്ഠതകളെയും അവരുടെ നല്ല സ്വഭാവങ്ങളെയും നല്ല പ്രവൃത്തികളെയും വർണ്ണിക്കുമ്പോഴും വിവരിക്കുമ്പോഴും അവർക്ക് വളരെ സന്തോഷകരമാണ്, അവർക്കത് ആനന്ദമാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലെ ന്യൂനതകളും കുറവുകളും ബലഹീനതകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ നല്ലൊരു ശതമാനം ആളുകളും അതിനെ വ്യക്തിപരമായ വിദ്വേഷമായി കണ്ടെത്തി പറയുന്ന വ്യക്തിയോട് മാനസികമായി അകലുവാനും പറയുന്ന വ്യക്തിയോട് വിദ്വേഷം വെച്ച് പുലർത്തുവാനും ശ്രമിക്കുന്ന ഒരു പ്രവണത ആത്മീയ ഗോളത്തിലുണ്ട്. എന്നാൽ
വചനം കേൾക്കുമ്പോൾ, ദൂത് പറയുമ്പോൾ, കുറവുകൾ നിരത്തുമ്പോൾ, അത് വ്യക്തിപരമായ ജീവിതത്തിൽ ഏതനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞ് വചനത്തിന് മുമ്പിൽ തങ്ങളെ ക്രമീകരിക്കുവാൻ തയ്യാറായാൽ അതിലാണ് ജീവിതത്തിൻ്റെ വിജയവും വിജയരഹസ്യവും അടങ്ങിയിരിക്കുന്നത്. പറയുന്ന വ്യക്തിയുടെ ആളത്വം നോക്കിയും ആ വ്യക്തിയുടെ നിലവാരം നോക്കിയും ദൂതിനെ ഒരിക്കലും മാറ്റിക്കളയുവാൻ പാടില്ല. കുറവുകൾ പറയുന്നു. കർത്താവിടെ പറയുന്നു, നിന്നെക്കുറിച്ചൊരു കുറ്റം പറയുവാനുണ്ട്. സ്തോത്രം. 3 പേർ ചേർന്ന് മറ്റുള്ള ഒരാളെ കുറിച്ച് കുറ്റം പറയുന്ന ആ അർത്ഥമല്ല ഇവിടെ. നിന്നെക്കുറിച്ചൊരു കുറവ് പറയുവാനുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മുടെ കുറവുകളെ ഓർപ്പിച്ചു തരുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കുറവുകൾ ഓർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടത് ക്രമീകരിക്കുവാനും തിരുത്തപ്പെടേണ്ടത് തിരുത്തുവാനും മടങ്ങി വരേണ്ടുന്ന ഭാഗങ്ങളിൽ മടങ്ങി വരുവാനും തയ്യാറായാൽ ദൈവിക അനുഗ്രഹം ജീവിതത്തിൽ പ്രാപിക്കുവാൻ കഴിയും. അങ്ങനെ കുറവുകൾ പറഞ്ഞ ശേഷം ആ കുറവിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം? നീ ഓർക്കണം, മാനസാന്തരപ്പെടണം, ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. സ്തോത്രം. അതിനനന്തരം സ്തോത്രം, അവരെക്കുറിച്ചുള്ള ചില പുകഴ്ച കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. അവരെക്കുറിച്ചുള്ള ചില അഭിനന്ദനം പറയുന്നു. അഭിനന്ദനം അതെന്താണ്? 6-ാം വാക്യത്തിൽ പറയുന്നു, എങ്കിലും നിക്കോലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കുറവ് മാത്രം ഓർപ്പിക്കുകയല്ല, നമ്മുടെ നന്മയും ഓർപ്പിക്കുന്ന ദൈവമാണ്. അവിടെ പറയുന്നു, നിനക്കൊരു നന്മയുണ്ട്, നിന്നിലൊരു നല്ല രീതിയുണ്ട്. സ്തോത്രം. അതെന്താണ്? നിക്കോലോവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. സ്തോത്രം. നിക്കോലോവ്യർ എന്നുള്ളത് സഭയിൽ നിന്നും ഉടലെടുത്ത ഒരു ദുരുപദേശത്തിൻ്റെ കൂട്ടമാണ്. ഇവരാരെന്ന് വ്യക്തമല്ലെങ്കിലും ബിലെയാമിൻ്റെ ഉപദേശവുമായി വളരെ അടുപ്പമുള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 2:15 വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിക്കോലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. സ്തോത്രം. പെർഗമോസിലെ സഭയിലെ ദൂത് എഴുതുമ്പോൾ അവിടെയും അവിടുത്തെ സഭയുടെ ഒരു കുറവ് പറയുകയാണ്, നിക്കോലോവ്യരുടെ നടപ്പ് നീ കൈക്കൊള്ളുന്നു, അവരുടെ ഉപദേശം കൈക്കൊള്ളുന്നു. സ്തോത്രം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം സ്തോത്രം 6-ാം അധ്യായത്തിൽ കാണുന്ന നിക്കോലോവ്യനെ കുറിച്ച് ഇവിടെ ബന്ധമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ഇവിടെ എഴുതിയിരിക്കുന്നു, നിക്കോലോവ്യരുടെ നടപ്പ് ഒരു ദുരുപദേശമാണ്. ദുരുപദേശവുമായി നിനക്കൊരു ബന്ധവുമില്ല എന്നൊരു നന്മ നിനക്കുണ്ടെന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ പെർഗമോസിലെ സഭയോട് പറയുമ്പോൾ നിങ്ങൾ 2:15 വായിച്ചു നോക്കുക. പെർഗമോസിലെ സഭയോട് പറയുന്നു, നിക്കോലോവ്യരുടെ നടപ്പ് ഉപദേശം നീ എന്ത് ചെയ്യുന്നു? കൈക്കൊള്ളുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ദുരുപദേശമാണ് നിക്കോലോവ്യരുടെ ഉപദേശം. സ്തോത്രം. അത് ബിലെയാമിന്റെ ഉപദേശം പോലെയാണ്. 2:14 കാണുന്നുണ്ട്, ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അപ്പോൾ ഒരു ദുരുപദേശ സംഘടനയുമായി, ദുരുപദേശ കൂട്ടവുമായി പെർഗമോസിലെ വിശ്വാസികൾക്ക് ബന്ധമുള്ളപ്പോൾ എഫെസോസിലെ സഭയോട് പറയുന്നു, നിങ്ങൾ അവരെ പകയ്ക്കുന്നു. സ്തോത്രം. ഇന്നത്തെ സാഹചര്യവുമായി നമ്മൾ എടുത്തു നോക്കിയാൽ വചനവിരുദ്ധമായ വ്യക്തിപരമായ ആളുകളുടെ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും സഭകളിലും ദൈവമക്കളുടെ ഇടയിലും കടന്നുകൂടിയിരിക്കുന്ന സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. വചനവിരുദ്ധമായ ഉപദേശങ്ങൾ, വചനവിരുദ്ധമായ പഠിപ്പിക്കലുകൾ, വചനത്തിന് പുറത്തുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിലുള്ള ഉപദേശങ്ങൾ അനേകം ഇന്ന് സഭകളിൽ കടന്നുകൂടുന്നു. എന്നാൽ എഫെസോസിലെ സഭയെക്കുറിച്ച് പറയുന്നു, നീ നിക്കോലോവ്യരുടെ നടപ്പിനെ
ഉപദേശത്തെ നീ വെറുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, വചനത്തിനു വിരുദ്ധമായി, വചനത്തിൻ്റെ ഉപദേശത്തിന് വിരുദ്ധമായി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മാത്രം ഒരു ഉപദേശവുമായി എഴുന്നേറ്റ് വന്നാൽ, സ്തോത്രം, പൗലോസിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞാൽ അത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും അതിനെ അംഗീകരിക്കുവാൻ നമ്മൾ മനസ്സ് വയ്ക്കരുത്. ദുരുപദേശങ്ങളുമായി കൈ കൊടുക്കുവാൻ, ദുരുപദേശങ്ങളുമായി ആമേൻ പറഞ്ഞു കൂടുവാൻ നമ്മൾ ഒരിക്കലും മനസ്സ് വയ്ക്കരുത്. കാരണം ദൈവം വെറുക്കുന്ന കാര്യമാണ് ദുരുപദേശങ്ങൾ. സ്തോത്രം. ദുരുപദേശക്കാർ നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽക്കുമെന്നെല്ലാം ആദിമസഭയോട് യോഹന്നാനും പത്രോസും ഒക്കെ സ്തോത്രം അവർക്ക് എഴുതി അയച്ചിട്ടുണ്ടായിരുന്നുവല്ലോ ലേഖനങ്ങളിൽ. അങ്ങനെയെങ്കിൽ നമുക്കും ചിന്തിക്കാം, തീരുമാനിക്കാം. അത് ആരായാലും വചനത്തിനു വിരുദ്ധമായ ഉപദേശങ്ങൾ, സ്തോത്രം, പഠിപ്പിക്കലുകൾ ഒഴിഞ്ഞിരിക്കുവാൻ നാം തയ്യാറാകണം. അതാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. അടുത്ത നമ്മളിവിടെ എഴുതിയിരിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. കർത്താവ് പറയുന്നു, ഞാനും നിക്കോലോവരുടെ നടപ്പിനെ പകയ്ക്കുന്നു. ദൈവം പകയ്ക്കുന്നവരുമായി നമ്മൾ കൂട്ടുകൂടരുത്. ദൈവം പകയ്ക്കുന്ന ഉപദേശവുമായും നമ്മൾ കൈ കൊടുക്കുവാൻ പോകരുത്. കർത്താവ് പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തിനാണ് ആത്മാവ് സഭയോട് പറയുന്നത്? ആത്മാവും സഭയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഹല്ലേലൂയ. എന്താണ് ആത്മാവിന് സഭയ്ക്കകത്ത് ഉത്തരവാദിത്വം? ഒന്ന് രണ്ട് വാക്യങ്ങളിൽ കൂടെ നമ്മളതൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നമ്മോട് കൂടെ പാർക്കുവാൻ വരുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിരുന്നു, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ ഇടയിൽ വരും. ആ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളെ സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14:26. അപ്പോൾ യേശുക്രിസ്തു മുന്നമേ പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ വന്നു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിനെതിരെ പ്രതികൂല സാഹചര്യം എഴുന്നേറ്റപ്പോൾ, ആ അനുഭവം കേട്ടപ്പോൾ ശൗലിന്റെ മേൽ ആത്മാവ് വന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ൽ കാണുന്നു, അപ്പോൾ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അപ്പോൾ പ്രത്യേകമായ ഉദ്ദേശങ്ങൾ സാധിക്കുവാൻ വേണ്ടി വ്യക്തികളുടെ മേൽ അതാത് സമയങ്ങളിൽ വരികയും പോകുകയും ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്കും വിശിഷ്യാൽ സഭാ കാലയളവിലേക്കും വരുമ്പോൾ വന്നുപോകുന്ന ഒരു അതിഥിയല്ല. പ്രത്യുത ഏതൊരവസ്ഥയിലും സഭയോടുകൂടെ ഇരിക്കുന്ന, വ്യക്തിയോട് കൂടെ നടക്കുന്ന ഒരു കാര്യസ്ഥനായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സഭയിൽ പോയി ആരാധിക്കുമ്പോൾ മാത്രമല്ല, ഒരു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ മാത്രമല്ല നമ്മിൽ പരിശുദ്ധാത്മാവ് വരുന്നത്, നമ്മിൽ ഉള്ളത്. നമ്മോട് കൂടെ വസിക്കുവാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആരാധനയിലെ സന്തോഷത്തിൽ ആത്മസാന്നിധ്യത്തിന്റെ അളവിന് വ്യത്യാസം വരാം. എന്നാൽ വചനം പറയുന്നു, നമ്മോട് കൂടെ വസിക്കുവാൻ ഒരു കാര്യസ്ഥനായി, ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ് അയക്കപ്പെടുന്നു. യോഹന്നാൻ 14:16 പറയുന്നു, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്.
അപ്പോൾ ആത്മാവിന് പറയുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. എന്താണ് ആത്മാവിന് ഉത്തരവാദിത്തം? എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ കാണുന്നു. എഫേസ്യ ലേഖനം 2:20 വാക്യം മുതൽ ഞാൻ വായിക്കുന്നു. എഫേസ്യർ 2:20 മുതൽ, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. അവസാനത്തെ പദപ്രയോഗം ശ്രദ്ധിച്ചേ, ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. സ്തോത്രം. അപ്പോൾ സഭയെ പണിയുക എന്ന ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിനുള്ളത് കൊണ്ട്, ഒന്നുകൂടെ പറഞ്ഞാൽ, ഇസഹാക്കിന് വേണ്ടി എലിയാസർ, ഇസഹാക്കിന് വേണ്ടി റിബേക്കയെ ഒരുക്കുവാൻ എലിയാസറിനെ അയച്ചതുപോലെ ക്രിസ്തു എന്ന മണവാളന് മണവാട്ടിയാകുന്ന സഭയെ ഒരുക്കുവാനുള്ള ഉത്തരവാദിത്വവും കടമയും പരിശുദ്ധാത്മാവിൻ്റെ കരത്തിൽ ഉള്ളതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭകളോട് സംസാരിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് ഉത്തരവാദിത്വപരമായി സംസാരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എന്തുകൊണ്ടാണ് പറയുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ മേലൊരു അധികാരമുണ്ട്, ദൈവം ഏൽപ്പിച്ച ഒരു അധികാരമുണ്ട്. വേറൊന്നുമല്ല, ക്രിസ്തുവിന് വേണ്ടി മണവാട്ടിയെ ഒരുക്കുക. അതുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ ഓർപ്പിക്കുന്നത്, അതുകൊണ്ടാണ് തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മെ വിലക്കുന്നത്, ആകാത്ത കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ വിലക്കുന്നത്, ആകാത്ത വഴികളിലേക്ക് കാലുകൾ സ്തോത്രം വയ്ക്കുമ്പോൾ നമ്മെ വിലക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിന് നമ്മെ ഒരുക്കുക എന്ന ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭകളോട് സംസാരിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് സഭകളോട് സംസാരിക്കുന്നത് സ്തോത്രം വാഗ്ദത്തം മാത്രമല്ല. എന്നാൽ ഇന്ന് അധികവും വാഗ്ദത്തങ്ങൾ മാത്രമാണ് ജനത്തിന്റെ നടുവിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ശുശ്രൂഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തരുന്ന വാഗ്ദത്തം മാത്രമല്ല, മുന്നറിയിപ്പുകൾ തരും, ബുദ്ധി ഉപദേശം തരും, ശാസന തരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മെ വിലക്കിയാൽ ആ ഭാഗത്തേക്ക് പിന്നീട് നമ്മൾ കാലുകൾ വെക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു പ്രാവശ്യം നമ്മോട് അരുതെന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യുവാൻ പിന്നീട് നമ്മൾ തുനിയരുത്. കാരണം പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിൽ നിന്നാൽ ഒരു കാര്യം ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടാൽ ഒരു കാര്യമുണ്ട്, ജയിക്കുന്നവനൊരു നന്മ ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട്, പരിശുദ്ധാത്മാവിന്റെ ആലോചന കേട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറായ ജയിക്കുന്ന ഒരനുഭവത്തിൽ കൂടെ പോകാം. എന്നാൽ ഒരു കാര്യം ഇന്ന് ഈ കാലഘട്ടത്തിൽ പൊതുവെ കണ്ടുവരുന്നു, എന്തെടുത്താലും എന്ത് പറഞ്ഞാലും പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാവ് ഇങ്ങനെ പറയുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുത്താത്തൊരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ പറയരുത്. സ്തോത്രം. അത് നമുക്ക് പറയാം, എനിക്കിങ്ങനൊരു ചിന്ത വരുന്നു, എനിക്കിങ്ങനൊരു ആശയമുണ്ട്, ഞാനിങ്ങനെ വിശ്വാസത്താൽ പറയുന്നു. ഓക്കെ, നമ്മളതിനെ സ്വീകരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞ്, ആത്മാവെന്നെ ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും ആത്മാവിൻ്റെ പേരിൽ സ്തോത്രം നമ്മുടേതായ ഒരാശയമോ അഭിപ്രായമോ വ്യക്തികളുടെ മേൽ, സമൂഹത്തിൻ്റെ മേൽ സ്തോത്രം നമ്മൾ പറഞ്ഞു വയ്ക്കുവാൻ പാടില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കും, പരിശുദ്ധാത്മാവ് ക്ലിയറായി സംസാരിക്കും, പരിശുദ്ധാത്മാവ് ശാസിക്കും, വിലക്കും. നമുക്കറിയാമല്ലോ പൗലോസിന്റെ ജീവിതത്തെക്കുറിച്ച്. പൗലോസിനെ സ്തോത്രം ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയില്ലേ? സ്തോത്രം. മറ്റൊരു ദിശയിലേക്ക് പോകുവാൻ അവൻ ശ്രമിച്ചപ്പോൾ ആത്മാവ് തടുത്തില്ലേ? എന്നാൽ അതേ സമയത്ത് ആത്മാവ് പലയിടത്തെടുത്ത് നടത്തിയില്ലേ? സ്തോത്രം.
ആത്മാവിന് ഇന്ന് പകലിൽ നമ്മുടെ മേലൊരു സ്വാധീനം ഉണ്ട്. ആത്മാവിന് നമ്മുടെ മേലൊരു അധികാരമുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മുടെ മേൽ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചിന്തയിലേക്ക് വരുമ്പോൾ, തെറ്റായ തീരുമാനങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ, തെറ്റായ വഴികളിൽ നമ്മൾ കാലുകൾ വയ്ക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മെ വിലക്കാം, പരിശുദ്ധാത്മാവ് നമ്മെ ശാസിക്കാം, പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കാം. അതിനെ തിരിച്ചറിയുവാനുള്ള മനസ്സും പക്വതയും ഓരോ ദൈവവൈതലും ഓരോ ദൈവമക്കളും പ്രാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിൽക്കാൻ തയ്യാറായാൽ, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ കൂടെ പോകാൻ തയ്യാറായാൽ, ഒരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, സ്തോത്രം, ജയിക്കുന്നവന്, സ്തോത്രം, ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. സ്തോത്രം. ആരാ ജയിക്കുന്നവൻ? പരിശുദ്ധാത്മാവിന്റെ നിയോഗമനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ ആലോചന അനുസരിച്ച് ദുരുപദേശങ്ങളെ വെറുത്തും നല്ല പ്രവർത്തികൾ ക്രിസ്തുവിന് വേണ്ടി ചെയ്തും കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ദൈവകൃപയിൽ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയുന്നു, ജയിക്കുന്നവന് പർദീസയിലെ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. സ്തോത്രം. നമുക്കും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, ദൈവം പറഞ്ഞു നീ പോക. പരിശുദ്ധാത്മാവ് പറഞ്ഞു തേരിനോട് ചേർന്ന് നടക്കുക. അതൊക്കെ ഫിലിപ്പോസ് ചെയ്തില്ലേ? അതിൻ്റെ അനുഭവം ഫിലിപ്പോസ് പ്രാപിച്ചു, ജയിച്ചു. ഇന്ന് രാവിലെ സമയം നമുക്കും ദൈവത്തോടൊന്ന് പറയാം, നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിന്തിക്കാം. പരിശുദ്ധാത്മാവിന് സഭയോട് പറയുവാനുണ്ട്. അതൊരു പക്ഷേ വ്യക്തിയിൽ കൂടെയാകാം, അതൊരു പക്ഷേ, സ്തോത്രം, തിരുവചനം വായിക്കുമ്പോഴാകാം, അതൊരു പക്ഷേ പ്രകൃതിയിലെ ചില, സ്തോത്രം, അവസ്ഥകളെ കാണിച്ചുകൊണ്ട് നമ്മുടെ അന്തരാത്മാവിൽ ഓർപ്പിക്കുന്നതാകാം. ഏതു രീതിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. സ്തോത്രം. ചിലർ പിടിവാശി പിടിക്കുന്നുണ്ട്, എന്നോട് പറഞ്ഞാലേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ. സ്തോത്രം. ചില കാര്യങ്ങളിൽ അങ്ങനെ വേണം, പക്ഷേ എല്ലാം അങ്ങനെ ആകണമെന്ന് നിർബന്ധം പിടിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള സ്തോത്രം, മനുഷ്യൻ എന്ന് പറഞ്ഞ ദാവീദിന് പോലും മറ്റൊരാൾ വന്ന് തെറ്റുകൾ ബോധ്യപ്പെടുത്തേണ്ടുന്ന സാഹചര്യം വന്നില്ലേ? ഒരു നാഥാൻ പ്രവാചകനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഇഷ്ടം തോന്നിയില്ലേ? അതുകൊണ്ട് ദൈവം എന്നോട് മാത്രമേ പറഞ്ഞാലേ, സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാളുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞ, എന്നോട് പറയട്ടെ ദൈവം, എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യാം. വേറൊരു പാസ് പറയാനോ വേറൊരു വ്യക്തി പറയുന്നത് കേൾക്കാനോ എനിക്ക് മനസ്സില്ല. എന്നോട് ദൈവം പറയട്ടെ. സ്തോത്രം. ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ നിൽക്കുന്നത് നല്ലതാണെങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് വ്യക്തികളിൽ കൂടെ നമ്മളോട് ഇടപെടും. പരിശുദ്ധാത്മാവ് വചനധ്യാനത്തിൽ സംസാരിക്കും, ആരാധനയിൽ സംസാരിക്കും. നാം പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുവാൻ ചെവിയുള്ള, ഹൃദയവിശാലതയുള്ള ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് രാവിലെ പ്രാപിച്ചെടുക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു കേട്ടാൽ, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്തമാണ് കറയും ചുളുക്കവും വാട്ടവും ഇല്ലാത്ത, മാലിന്യമില്ലാത്ത, നിർമ്മലതയും നിഷ്കളങ്കവുമായ, സ്തോത്രം, ഒരു മണവാട്ടിയായി ക്രിസ്തുവിൻ്റെ മുമ്പിൽ സഭയെ നിർത്തുവാനുള്ള ഉത്തരവാദിത്തം പരിശുദ്ധാത്മാവിന് ദൈവം കൊടുത്തിരിക്കുന്നത് കൊണ്ട്, അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ ശാസിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ നേർവഴി നടത്തും, പരിശുദ്ധാത്മാവ് നമ്മെ തർജ്ജനം ചെയ്യും. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ മാത്രം നമ്മൾ ദുഃഖിപ്പിക്കരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. യേശു തന്നെ അത് പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. നമ്മെ മുദ്രയിട്ടിരിക്കുന്ന
സ്തോത്രം. പരിശുദ്ധാത്മാവിന് വിരോധമായ ദൂഷണം ക്ഷമിക്കപ്പെടത്തില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. എഫീസ് ലേഖനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ മേലുള്ള മുദ്ര. പ്രിയമുള്ളവരെ, നമുക്ക് പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്ക് നമ്മൾ സ്ഥാനം കൊടുക്കാം. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഒരിടത്ത് പോകാൻ പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഇന്ന കാര്യത്തിൽ സ്തോത്രം സൈലന്റായി ഇരിക്കാൻ പറഞ്ഞാൽ അതിനകത്ത് അങ്ങനെ തന്നെ ഇരിക്കുക, അങ്ങനെ തന്നെ ചെയ്യുക. അതിലൊരു ദൈവപ്രവൃത്തി നിശ്ചയമായി വെളിപ്പെടും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചന കേട്ട് നടക്കുന്ന വ്യക്തിക്ക് എന്തുണ്ട്? വചനം പറയുന്നു, ജയമുണ്ട്. ജയമുണ്ട്. ജയിക്കുന്നവൻ എന്തുണ്ട്? ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഏദൻ തോട്ടത്തിൽ ദൈവം ജീവവൃക്ഷം മുളപ്പിച്ചിരുന്നു. ഉൽപ്പത്തി 2:9 നമ്മളത് കാണുന്നു. അതിൻ്റെ ഫലം യഥേഷ്ടം മനുഷ്യന് ഭക്ഷിക്കുവാൻ അനുവാദമുണ്ടായിരുന്നു. ഉൽപ്പത്തി 2:16 വായിക്കുമ്പോൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ സ്തോത്രം ഇങ്ങനെ കാണുന്നു. ഉൽപ്പത്തി 2:9 ഇങ്ങനെ കാണുന്നു, കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ച് അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. ജീവവൃക്ഷത്തിൻ്റെ ഫലം യഥേഷ്ടം ഭക്ഷിക്കുവാൻ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുത്ത് ദൈവം മുളപ്പിച്ചതാണ്. 2:16 പറയുന്നു, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിൻ്റെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിരുനാളിൽ നീ മരിക്കും. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാം. പക്ഷെ എന്തുകൊണ്ടാണ് പാപം ചെയ്ത ശേഷവും അവർ ആ ഫലം ഭക്ഷിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ് ദൂതന്മാരെ ആക്കിയത്? അതിൻ്റെ ലക്ഷ്യം അവരോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ടായിരുന്നു. എന്തെന്നാൽ പാപിയായി തീർന്ന മനുഷ്യൻ ആ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ച് എന്നേക്കും സ്തോത്രം അവരും പാപികളായി മാറാതിരിക്കുവാൻ വേണ്ടി. അതിൻ്റെ 3-ാം അധ്യായം 22 ഇങ്ങനെ വായിക്കുന്നു, യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ച് തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദെൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. അവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിക്കുക. പാപം ചെയ്തതുകൊണ്ട് അതിൻ്റെ സ്തോത്രം ദേഷ്യവും പിണക്കവും കൊണ്ടല്ല യേശു കർത്താവ് അവരെ ഏദെൻ തോട്ടത്തിൽ പുറത്താക്കിയത്. പാവിയായി തീർന്ന നന്മതിന്മകളെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തികളായി മാറിയതുകൊണ്ട് അവര് ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ച് എന്നേക്കും ആ പാപത്തിൽ തുടരാതിരിക്കുവാൻ വേണ്ടി സ്നേഹത്തോടെ പുറത്താക്കി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്ന് വിലക്കപ്പെട്ട ജീവവൃക്ഷത്തിന്റെ ഫലം പറയുന്നു, ജയിക്കുന്നവന് ഞാനത് തിന്നാൻ കൊടുക്കും, ജയിക്കുന്നവന് ഞാനത് തിന്നാൻ കൊടുക്കും. സ്തോത്രം എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വഴിയാണ് ക്രിസ്തുവിന്റെ മരണം മൂലം നമുക്ക് ലഭിക്കപ്പെട്ടത്. ക്രിസ്തുവിന്റെ മരണം മൂലം ജീവവൃക്ഷത്തിന് ഫലം ഭക്ഷിക്കുവാനുള്ള അവകാശവും അധികാരവും നഷ്ടപ്പെട്ട നമ്മെ ദൈവം വീണ്ടും ആ പദവിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നദിക്കിക്കരയും അക്കരയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതാത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. സ്തോത്രം. മാസം തോറും പുതിയ ഫലങ്ങൾ കായ്ക്കുന്ന ജീവവൃക്ഷം. സ്തോത്രം. ഏദെൻ തോട്ടത്തിൽ വിലക്കപ്പെട്ട ജീവവൃക്ഷത്തിന്റെ ഫലം ആർക്ക് തിന്മാൻ കൊടുക്കും? ജയിക്കുന്നവന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ സമയം നഷ്ടപ്പെട്ടു പോയ ചില അധികാരങ്ങളും നന്മകളും തിരികെ പ്രാപിക്കുവാൻ, ജയിക്കുന്നവനായി മാറുവാൻ നമുക്ക് ആത്മാവ് പറയുന്നത് കേട്ട് മുന്നോട്ട് പോകാം. സ്തോത്രം. എഫെസോ സഭയുടെ കാര്യങ്ങൾ പറയുന്നു. 1 സ്തോത്രം പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം ശ്രേഷ്ഠത പറയുന്നു. 7 നിലവിളക്കുകളുടെ നടുവിൽ സ്തോത്രം 7 നിലവിളക്കുകളുടെ നടുവിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചവൻ അരുളി ചെയ്യുന്നു.
2, അവരുടെ നല്ല ഗുണങ്ങൾ പറയുന്നു, അവരുടെ ശ്രേഷ്ഠതകൾ പറയുന്നു. സ്തോത്രം. നിന്റെ പ്രവൃത്തിയും പ്രയത്നവും ഒക്കെ പറയുന്നു. അവർ സഹിച്ചുകൂടാഞ്ഞതും അവർ സഹിച്ചതും അവർ ആ സ്തോത്രം തളർന്നു പോകാതിരുന്നതും ഒക്കെ ദൈവം അറിയുന്നു. എന്നാൽ അവരുടെ കുറവും ഓർപ്പിക്കുന്നു. അവരെക്കുറിച്ചുള്ള ആരോപണം എന്താണ്? ആരോപണം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. പക്ഷെ അത് കണ്ട് ദൈവം അങ്ങനെ വിടുന്നില്ല. പറയുന്നു, നീ ഓർക്കുക ഏതിൽ നിന്ന് വീണിരിക്കുന്നു, നീ മാനസാന്തരപ്പെടുക, നീ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതിനുശേഷം പറയുന്നു, അവരെക്കുറിച്ചുള്ള അഭിനന്ദനം പറയുന്നു. എന്താണ് അഭിനന്ദനം? നിക്കോലോവരുടെ നടപ്പ് നീ വെറുക്കുന്നു എന്നുള്ളൊരു ഗുണം, ഒരു നന്മ നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. സ്തോത്രം. കർത്താവ് പറയുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിന് സഭയോട് എന്തുകൊണ്ടാണ് പറയുന്നത്? ആത്മാവാണ് സഭയെ നടത്തുന്നത്, സഭയെ ഒരുക്കുന്ന, സ്തോത്രം, മണവാട്ടിയെ ഒരുക്കുന്ന. ഹാലലിയ ഏലിയാസറിനെ പോലെ, ഹാലലിയ സ്തോത്രം, റിബേക്കയെ ഇസഹാക്കിന് കൊണ്ടെത്തിക്കുന്ന ആ ഏലിയാസറിനെ പോലെ ഒരു ദൗത്യമുണ്ട് പരിശുദ്ധാത്മാവിന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ, പരിശുദ്ധാത്മാവ് അനുസരിച്ച് പറയുന്നത് കേട്ട് മുന്നോട്ട് പോയാൽ നിശ്ചയമായും ജയമുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയും. സ്തോത്രം. നമ്മൾ ഓട്ടം തുടങ്ങിയത് കൊണ്ട് വിജയിച്ചു എന്നർത്ഥമില്ല. ഓട്ടത്തിന്റെ ഫിനിഷിങ്ങിലാണ് വിജയിയെ പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, ഓട്ടം തുടങ്ങിയ ഒത്തിരി പേർ ഇടയിൽ തളർന്നുപോയി. ക്രിസ്തീയ ജീവിതത്തിന്റെ ഓട്ടം തുടങ്ങിയ പലരും ഓട്ടത്തിൽ നിന്നും പിന്തിരിഞ്ഞു. സ്തോത്രം. അവിടെയും ഇവിടെയും ഒക്കെ നോക്കി ഓടി, അവസാനം ലക്ഷ്യം തെറ്റി, ഒന്നുകിൽ കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ ട്രാക്ക് തെറ്റി. സ്തോത്രം. എന്നാൽ ഓട്ടം ജയിക്കുന്നവന്, ക്രിസ്തീയ ജീവിതം ജയിക്കുന്നവന്, ശുശ്രൂഷ ജയിക്കുന്നവന് കർത്താവ് നിത്യതയിൽ മഹത്വം വെച്ചിട്ടുണ്ട്. ജീവവൃക്ഷത്തിന് ഫലം തിന്നാനെന്നുള്ള വലിയ അനുഗ്രഹം ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു, നമുക്ക് ജയിക്കാം, നമുക്ക് ജയിക്കാം. സ്തോത്രം. മറ്റുള്ളവരെ പോലെ ഓടാൻ നോക്കണ്ട, മറ്റുള്ളവരെ പോലെ സ്തോത്രം ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണ്ട. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഗൈഡൻസിലും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലും യേശുക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ ഉപദേശിച്ചതൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കും. പരിശുദ്ധാത്മാവിന് വേറൊന്നും പറയുവാനില്ല. പരിശുദ്ധാത്മാവ് ഒരു വചനമാണ് പറയുവാനുള്ളത്. പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞതാണ് ഓർപ്പിച്ചു തരുന്നത്. അതിനെ അംഗീകരിച്ചും അതിനെ സ്വീകരിച്ചുകൊണ്ട് ജയകരമായ ഒരു ജീവിതം ഓടിത്തീർക്കുവാൻ, സ്തോത്രം, പൗലോസിന്റെ ഭാഷ്യത്തിൽ നല്ലവർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ള ജയത്തിന്റെ സ്തോത്രം ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ മണ്ണിലെ ജീവിതം അവസാനിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായി ഓരോ ദിവസവും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമുക്ക് ജീവിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരട്ടെ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുത്തുകൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടമനുസരിച്ചും പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടും, നിർബന്ധമില്ല, പറയുന്നു, കാതുള്ളവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനസ്സുണ്ടെങ്കിൽ അംഗീകരിക്കുക, ഇല്ലേ വിട്ടുകളയുക. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നത് മനഃപൂർവ്വമായി വിട്ടുകളഞ്ഞാൽ, വ്യക്തികളെ നോക്കിയും പറയുന്ന ആളെ നോക്കിയും, സ്തോത്രം, പരിശുദ്ധാത്മാവ് പറയുന്നത് വിട്ടുകളഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഒരിക്കലും കഴിയത്തില്ല. ഇന്ന് സമയത്ത് നമുക്ക് പറയാം, കർത്താവേ, അങ്ങയുടെ ആത്മാവ് പറയുന്നത് ഞാൻ അനുസരിക്കാം, ആത്മാവ് പറയുന്നതിന് പ്രകാരം ഞാൻ ജീവിക്കാം, അതിനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പറയുന്ന നമുക്ക് അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ, പരിശുദ്ധാത്മാവ് വിലക്കുമ്പോൾ പിന്നീട് ആ കാര്യം ചോദിക്കരുത്. പരിശുദ്ധാത്മാവ് വിലക്കിയാൽ പിന്നീട് ആ കാര്യം നമ്മൾ ചെയ്യാൻ തുനിയരുത്. പരിശുദ്ധാത്മാവ് ഒരു കാര്യം തെറ്റെന്ന് ബോധിപ്പിച്ചാൽ പിന്നീട് ആ ഭാഗത്തേക്ക് നോക്കരുത്, പിന്നീട് ആ ഭാഗം നമ്മൾ ചെയ്യാൻ പോകരുത്. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് ജയിക്കുന്ന ഒരു ജീവിതം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ പ്രാപിക്കുവാൻ, സ്തോത്രം, നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവസനെ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവ് എന്നെ നടത്തണം. അത് വ്യക്തിയിൽ കൂടെ പറഞ്ഞാലും ശരി, അത് വചനധ്യാനത്തിൽ എന്നോട് ഇടപെട്ടാലും ശരി, പ്രാർത്ഥനയിൽ എന്നോട് സംസാരിച്ചാലും ശരി,
പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറയുന്ന മാനുഷിക വാക്കുകളല്ല. വ്യക്തമായി തിരിച്ചറിയണം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദവും പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ മനുഷ്യൻ പറയുന്ന ശബ്ദവും. നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വാക്കിന് കീഴ്പ്പെടാം. പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ജീവിക്കാം. ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകാം. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്തോത്രം, എല്ലാ അനുഭവവും പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാം. വചനത്തിൽ സങ്കീർത്തനം നമ്മൾ കാണുന്നല്ലോ, നിന്റെ ആത്മാവിനെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. നിന്റെ ആത്മാവിനെ നേർനിലത്തിൽ നടത്തുമാറാകട്ടെ. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിക്കണമേ. എല്ലാവരും ഒരു നിമിഷം നാവ് തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സ്തോത്രം നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. എല്ലാ സഭകളോടും പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഒരു ഭാഗം പറഞ്ഞവസാനിപ്പിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പറയുന്നത് ഒരു സമൂഹത്തിന് നടുവിലാണെങ്കിലും അംഗീകരിക്കുവാൻ മനസ്സുള്ളവർ മാത്രം അംഗീകരിക്കണമെന്നുള്ള അർത്ഥത്തിൽ അവിടെ രേഖപ്പെടുത്തുമ്പോൾ നാമും പരിശുദ്ധാത്മാവ് പറയുന്നത് അംഗീകരിക്കാം. അതിന് ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ പണത്തിൻ്റെ ബലത്തിലോ നമ്മുടെ കഴിവിൻ്റെ ശ്രേഷ്ഠതയിലെയോ നമ്മൾ വിശ്വസിച്ചു കൊണ്ട് പോയാൽ ജയിക്കാൻ കഴിയത്തില്ല കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ആലോചന പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാം. ഒരു നിമിഷം അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ജയിക്കുന്ന ഒരു ജീവിതം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമുക്കും ഭക്ഷിക്കുവാൻ, സ്തോത്രം, ആ ഒരു അനുഭവം പ്രാപിച്ചെടുക്കുവാൻ ദൈവകരങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വേഡ് ദാറ്റ് നെവർ ഫെഡ് എന്ന തിരുവചന ഗ്രൂപ്പിൽ കൂടെ ഈ രാവിലെ സമയം എഫെസോസ് സഭയിലെ കുറിച്ചുള്ള ചിന്തകൾ ഞങ്ങളുടെ കർത്താവെ ചെറിയ സ്തോത്രം അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചിന്തിക്കുവാൻ പഠിക്കുവാൻ തന്ന കൃപയ്ക്ക് സ്തോത്രം. പറയുന്ന യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും കേൾക്കപ്പെടുന്ന എഫെസോസ് സഭയുടെ ശ്രേഷ്ഠതകളും നല്ല ഗുണങ്ങളും പറയുന്നു. അവരുടെ കുറവുകൾ ഓർപ്പിക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുവാനുള്ള ആഹ്വാനം കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേട്ട് നടന്നാലുള്ള അവർക്കുള്ള ഫലവും അവർക്ക് വെച്ചിരിക്കുന്ന പ്രതിഫലവും രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. ഇതുപോലെ ഞങ്ങൾക്കും ഓരോ ദിവസവും ഞങ്ങളിലെ കുറവുകൾ കണ്ടുകൊണ്ട്, ഞങ്ങളുടെ നല്ല ഗുണങ്ങളെ കണ്ടുകൊണ്ട്, ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിലും നിയന്ത്രണത്തിലും ജീവിച്ച് ജയിക്കുന്നവരായി മാറുവാൻ കൃപ നൽകണം. ഈ വചന ശുശ്രൂഷ അതിനായി എല്ലാവരെയും സഹായിക്കണം. തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഗ്രൂപ്പിനെയും ഗ്രൂപ്പിൻ്റെ അഡ്മിനെയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും, വിശേഷിയാൽ ഈ രാവിലെ സമയം ലൈവിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടി ഇരുന്നാട്ടെ, സഹായിച്ചാട്ടെ, നന്മയാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത് നമുക്ക് കേൾക്കാം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഉത്തരവാദിത്തമാണ് നമ്മെ ഒരുക്കി പിതാവിൻ്റെ സന്നിധിയിൽ യേശു ക്രിസ്തുവിന് മുമ്പിൽ നിഷ്കളങ്കയായി നിർത്തുവാൻ. സ്തോത്രം. ആ ഒരു നിയോഗമുള്ളതുകൊണ്ടും നിയന്ത്രണമുള്ളതുകൊണ്ടും ആത്മാവ് നമ്മെ ശാസിക്കും, ആത്മാവ് നമ്മളെ ശിക്ഷിക്കും, ആത്മാവ് നമുക്ക് ബുദ്ധിയുപദേശം തരും. ആത്മാവ് പറയുന്നത് കേൾക്കാം, ദുരുപദേശങ്ങളെ ഒഴിഞ്ഞിരിക്കാം. നിക്കോലവരുടെ നടപ്പിനെ വെറുക്കുന്ന ഒരനുഭവം പോലെ ദുരുപദേശങ്ങളെയും ദുരുപദേശത്തിൻ്റെ ഉറവിടങ്ങളെയും വെറുത്തുകൊണ്ട് വിശ്വാസത്തിൽ ജയിക്കുന്നവനായി പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ ജീവിക്കാമെന്ന ആഹ്വാനത്തോടുകൂടെ ഈ ലൈവിൽ വാച്ച് ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.